നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ സർ? പ്രദീപ് സർ സ്റ്റാർട്ട് ചെയ്യട്ടെ? തീർച്ചയായും യെസ്. ഓക്കെ. അപ്പം എല്ലാവർക്കും നമസ്തേ. എല്ലാവരും പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടോ? ത്രാടക മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടോ? പറഞ്ഞോളൂ, ഓരോരുത്തരായിട്ട് പറയൂ. ഹാൻഡ് റൈസ് ചെയ്തിട്ട് പറഞ്ഞേ. ത്രാടക മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയോ? ചെയ്യാൻ പറ്റില്ല. ത്രാടക ചെയ്തു. ചെയ്തോ? ആര് പറയുന്നേ? അപ്പൊ എല്ലാരും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോവാല്ലേ? എന്നാല് റെഡി അല്ലേ? ത്രാടക മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ത്രാടക മെഡിറ്റേഷൻ ചെയ്തു. ഓക്കെ. ബാക്കി പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടോ? പ്രാണായാമം ചെയ്യുന്നുണ്ടോ എല്ലാരും? പ്രാണായാമം. ഓക്കെ ഓക്കെ. യെസ് മാം. ഓക്കെ ഓക്കെ. നമുക്ക് ഇന്നത്തെ സെഷൻ തെറാപ്യൂട്ടിക് യോഗേന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ സൂക്ഷ്മ വ്യായാമങ്ങൾ എന്ന് പറയും. സൂക്ഷ്മ വ്യായാമങ്ങൾക്ക് ലൂസനിങ് എക്സസൈസ് എന്ന് പറയും, അല്ലെങ്കിൽ വാമിംഗ് അപ്പ് എക്സസൈസ് ഇതൊക്കെ പറയും. സൂക്ഷ്മം എന്ന് പറഞ്ഞൊരു വേർഡ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, വളരെ ചെറുതായിട്ടുള്ളത് അല്ലെ, മൈന്യൂട്ട് ആയിട്ടുള്ളത്, മൈക്രോ എന്നൊക്കെ പറയും. വളരെ ചെറിയ, പക്ഷെ ചെറുതാണെങ്കിലും ഇതിന്റെ എഫക്റ്റ് ആറ്റോമിക് തലത്തിലാണ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള തലത്തിൽ വരെ നമുക്ക് ഇതിന്റെ ഒരു എഫക്റ്റ് എത്തും. അപ്പൊ നമുക്ക് അതെന്താണെന്ന് നോക്കാം. സൂക്ഷ്മ വ്യായാമങ്ങളിൽ എന്താണ്? നമുക്ക് സൂക്ഷ്മ വ്യായാമങ്ങൾ എന്നും അതുപോലെ തന്നെ സ്ഥൂല വ്യായാമം അല്ലെ സ്ഥൂല യോഗ, സൂക്ഷ്മയോഗ, സ്ഥൂല യോഗ എന്നിങ്ങനെ രണ്ട് ബ്രാഞ്ചസ് ഒന്നുമല്ല, രണ്ട് തരത്തിൽ നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സൂക്ഷ്മ യോഗയാണെങ്കിൽ പ്രധാനമായിട്ടും വരുന്നത് അതിൽ ചില ചെറിയ എക്സസൈസസ്, വളരെ എല്ലാ ജോയിൻസിനെയും ഇളക്കിക്കൊണ്ടുള്ള എക്സസൈസസ്, അത് സ്ട്രെസ് റിലീവ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി, നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും സൂക്ഷ്മ വ്യായാമങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൽ പ്രാണായാമം ഉൾപ്പെടുന്നുണ്ട് സൂക്ഷ്മ യോഗയിൽ. അതുപോലെ മെഡിറ്റേഷൻ വരുന്നതും സൂക്ഷ്മ യോഗേന്റെ അണ്ടറിലാണ്. ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്ന ചെറിയ എക്സസൈസസും സൂക്ഷ്മ യോഗയിലാണ് വരുന്നത്. എല്ലാവർക്കും ചെയ്യാം. സർജറി ചെയ്ത് ഇപ്പം ഒരു മാസത്തിനിടയ്ക്ക് 2 മാസത്തിനിടയ്ക്ക് സർജറി ചെയ്തിട്ടുള്ളവർ മാത്രം ചെയ്യാണ്ടിരുന്നാൽ മതി. ബാക്കി എല്ലാവർക്കും ചെയ്യാം. കാരണം വലിയൊരു ഫിസിക്കൽ സ്ട്രെങ്ത് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ മെഡിറ്റേഷൻ, അതുപോലെ തന്നെ പ്രാണായാമം, അതുപോലെ തന്നെ ഈ ജോയിന്റുകളിൽ നമ്മൾ ഇളക്കിക്കൊണ്ട് ചെയ്യുന്ന ചെറിയ എക്സസൈസ്, വാർമിംഗ് അപ്പ് എക്സസൈസ് എന്ന് പറയും, ലൂസനിങ് എക്സസൈസ് എന്നൊക്കെ പറയും. അത് ഒക്കെയാണ് ഈ സൂക്ഷ്മ യോഗയിൽ വരുന്നത്. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നതും ഈ ഉള്ളില് ഇന്നർ വേൾഡിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക, എനർജിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു നമ്മളെ സ്ട്രെസ്, ആങ്സൈറ്റി, മൈൻഡിന് റിലേറ്റഡ് ആയിട്ടാണ് സൂക്ഷ്മ യോഗ കൂടുതലായിട്ടും വരുന്നത്. ഇനി സ്ഥൂല യോഗ ഉണ്ട്. സ്ഥൂല യോഗയാണെങ്കിൽ കൂടുതൽ നമുക്ക് ഫിസിക്കലി ആണ് വരുന്നത്. അത് കുറച്ചും കൂടെ ഗ്രോസ് എന്നൊക്കെ പറയും, വലിയൊരു കാറ്റഗറിയാണ്. അതിൽ കൂടുതൽ ആസനങ്ങളാണ് കൂടുതൽ വരുന്നത്. അത് കൂടുതൽ ഫിസിക്കൽ ഫിറ്റ്നസിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അത് കുറച്ചും കൂടെ പവർ യോഗ അങ്ങനത്തെ ഒക്കെ കൂടുതൽ വരുന്നത് സ്ഥൂല യോഗയിലാണ്. അപ്പം നമ്മളിപ്പോൾ മൈൻഡിനാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ മൈൻഡ് കാമായി എടുക്കുക, അതിൻ്റെ കൂടെ തന്നെ ബോഡി ഒന്ന് ഫ്ലെക്സിബിൾ ആവുക, ഹെൽത്തി ആവുക എന്നുള്ളതാണെങ്കിൽ നമുക്ക് സൂക്ഷ്മ യോഗ മാത്രം ചെയ്താൽ മതി. നമ്മൾ സ്ഥൂല യോഗ ചെയ്യേണ്ട ആവശ്യമില്ല. സ്ഥൂല യോഗയിൽ കുറച്ചും കൂടെ ആസനാസ് കൂടുതൽ വരുന്നുണ്ട്. പക്ഷെ സൂക്ഷ്മ യോഗ മാത്രം ചെയ്തുകൊണ്ടും നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. കാരണം അതിൽ ബ്രീതിങ് എക്സസൈസ്, പ്രാണായാമം വരുന്നുണ്ട്, എനർജി സ്റ്റെബിലൈസിങ് വരുന്നുണ്ട്, ഈ സൂക്ഷ്മ വ്യായാമങ്ങൾ വരുന്നുണ്ട്, മെഡിറ്റേഷനും വരുന്നുണ്ട്. അപ്പോൾ 2 തരത്തിൽ നമ്മൾ യോഗേനെ തരംതിരിച്ചിട്ടുണ്ട്, സൂക്ഷ്മ യോഗ, സ്ഥൂല യോഗ. അതിൽ സൂക്ഷ്മ യോഗയിൽ വരുന്ന സൂക്ഷ്മ വ്യായാമങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ സൂക്ഷ്മ വ്യായാമങ്ങൾ, വോമിംഗ് എക്സസൈസ്, നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് ആദ്യം വോമിംഗ് ചെയ്തിട്ടാണ് നമ്മൾ
വേറെ വലിയ എന്താ യന്ത്രങ്ങളിലേക്കൊക്കെ കയറുന്നത്. അപ്പോൾ ആ വോമിങ് എക്സസൈസ് മിക്കവാറും ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. പക്ഷെ ഇത് ഡിഫറെൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജിമ്മിൽ പോയിട്ട് അങ്ങനെ ചെയ്യാറില്ല. അപ്പം നമുക്ക് നോക്കാം. ഡിഫറെൻ്റ് ആണെങ്കിൽ നിങ്ങൾ അവസാനം പറഞ്ഞോ. അപ്പോൾ സൂക്ഷ്മ വ്യായാമം എന്തൊക്കെയാണ് നമുക്ക് തരുന്നത് എന്നുള്ളത്, ഒന്ന് മൈക്രോ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. മൈക്രോ സർക്കുലേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നമുക്ക് ധമനികൾ അതുപോലെ സിരകൾ ഇവയൊക്കെ ഇതിന്റെ ഇടയിൽ ഇതിനെ ബന്ധിപ്പിക്കുന്നതാണ് ഈ കാപ്പിലറീസ് എന്നൊക്കെ പറയും. അതിലൂടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. അതിലൂടെയുള്ള രക്തയോട്ടം കൂട്ടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓക്സിജൻ സർക്കുലേഷൻ കൂടുതൽ കിട്ടും. നമ്മളെ സ്കിന്നിനൊക്കെ നല്ല എഫക്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ന്യൂട്രിയൻസ് എത്താനും വളർച്ചയ്ക്കും മെറ്റബോളിസത്തിനും അതുപോലെ ദഹനത്തിനും എല്ലാത്തിനും കൂടുതൽ സഹായിക്കും. ഓക്സിജൻ എല്ലാ ഭാഗത്തേക്ക് എത്തുന്നതിന്റെ ഫലമായിട്ട് നമ്മൾ എപ്പോഴും ഒരു യുവത്വമുള്ളവരായിട്ട്, ഒരു നല്ലൊരു എനർജി ഉള്ളവരായിട്ട് നിൽക്കും. അതുപോലെ തന്നെ എനർജി ബാലൻസിങ്ങിനും ഇത് സഹായിക്കുന്നുണ്ട്. കാരണം നമ്മൾ 2 ഡയറക്ഷനിലേക്കും ചെയ്യുന്നുണ്ട്. ഇടത് ഭാഗവും വലത് ഭാഗവും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇടനാടീനെയും പിംഗളനാടീനെയും നമ്മൾ ഉദ്ദീപിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒരു എഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ എനർജി ബാലൻസിങ്ങിനും കൂടെ ഇത് ചെയ്യുന്നത് സഹായിക്കും. പിന്നെ ഇത് ഇരുന്നും ചെയ്യാം, നിന്നും ചെയ്യാം, എല്ലാ പ്രായക്കാർക്കും ചെയ്യാം. ഒന്നും ചെയ്യാത്ത ആൾക്കാർ, ബോഡി അനക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വരെ ഇത് നമുക്ക് സൂക്ഷ്മ വ്യായാമം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ശരീരത്തിൽ എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ടൈറ്റ് ആയിരിക്കും, നമ്മളെ മസിൽസ് ഒക്കെ, ചില മസിൽസ് ഒക്കെ ടൈറ്റ് ആണെങ്കിൽ അത് മാറ്റാനായിട്ട് പറ്റും. പിന്നെ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഈ ടൈറ്റ് ആയിരിക്കാന്ന് വെച്ചാൽ നമ്മൾ സിസേറിയൻ സെക്ഷൻ അല്ലെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് തൈസിന്റെ അവിടെയുള്ള മസിൽസ്, ഹിപ്പ് മസിൽസ് ഒക്കെ ടൈറ്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കാഫ് മസിൽസ് ടൈറ്റ് ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതൽ സ്ട്രെസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ഭാഗം, ഷോൾഡറിന്റെ ഭാഗം, അതുപോലെ തന്നെ നെക്കിന്റെ ഭാഗം, ഈ ഒരു ഭാഗത്തൊക്കെ മസിൽസ് ടൈറ്റ് ആയിരിക്കും. ഇപ്പൊ ഇരുന്ന് ടൈപ്പ് ചെയ്യുന്ന ജോബ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിലും നമ്മുടെ കൈയിന്റെ ഭാഗത്തെ മസിൽസ് ഒക്കെ ടൈറ്റ് ആയിരിക്കും. അതൊക്കെ മാറ്റാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ കോർഡിനേഷൻ, നമ്മളെ ബ്രെയിനും അതുപോലെ തന്നെ നമ്മളെ കൈയും ബ്രെയിനും ശ്വാസവും ഒക്കെ ഒരുമിച്ചാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ സർക്കുലേഷൻ, കോർഡിനേഷൻ ഒക്കെ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓർമ്മക്കുറവൊക്കെ ഉള്ളവരുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ ഓർമ്മക്കുറവൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ, രക്തം നമ്മുടെ ശരീരത്തിൽ മുഴുവനായിട്ട് ഓടാൻ, രക്തോട്ടം കൂട്ടാനായിട്ട് സഹായിക്കും. ചിലർ പറയുന്നത് വീട്ടിലെ പണികളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും അവർക്ക് പല അസുഖങ്ങളും വരുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ നിന്ന് പണിയെടുക്കുന്ന സമയത്ത് താഴത്തേക്ക് മാത്രമാണ്, ഇത് മുകളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാ ഭാഗത്തേക്കും എത്തുന്നുണ്ട്. അതാണ് വീട്ടിലെ എല്ലാ പണികളും എടുക്കുന്ന അമ്മമാർക്ക് അടക്കം പല അസുഖങ്ങളും വരുന്നത്. അതിന് നമ്മൾ ഈ വ്യായാമങ്ങൾ ചെയ്തിട്ടേ മാർഗമുള്ളൂ. അല്ലെങ്കിൽ യോഗ ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം. രക്തം എല്ലാ ഭാഗത്തേക്കും എത്തണം. അത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക്, താഴത്തേക്ക് മാത്രം പോയാൽ പോരാ, മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന തരത്തിലും നമ്മൾ എക്സസൈസ് ചെയ്യണം. അടുത്തതായിട്ട് നമുക്ക് സൂക്ഷ്മ വ്യായാമങ്ങൾ ഏതൊക്കെ ഭാഗത്തിനാണ് ചെയ്യുന്നതെന്നാണ്. പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് നെക്കിനാണ്. നെക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ ഇവിടെയാണ് സ്ട്രെസ്, ആങ്സൈറ്റി അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. മെയിൻലി നെക്ക് ആൻഡ് ഷോൾഡർ മസിൽസിലാണ്. പിന്നെ വരുന്നത് ഷോൾഡറിന്റെ എക്സസൈസ് ഉണ്ട്. പിന്നെ ട്രങ്ക് എന്ന് വെച്ചാൽ തായ്തടി എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുന്നത്. നമ്മൾ താഴെയുള്ള ഈ ഒരു ഭാഗത്തിനാണ് ട്രങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാലിന്റെ മുട്ടിന് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കണങ്കാലിനും ചെയ്യുന്നുണ്ട്. ഇതാണ് സൂക്ഷ്മ വ്യായാമങ്ങളുടെ പ്രാക്ടീസസ്. ഈ ഒരു ജോയിൻസിലാണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൈയുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യും, വിരലുകൾക്കും നമ്മൾ ചെയ്യും. ഈ നമ്മൾ ഏറ്റവും ചെറിയ ജോയിന്റ് മുതൽ ഏറ്റവും വലിയ ജോയിന്റിൽ വരെ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോയിൻസിന്റെ ഫ്ലെക്സിബിലിറ്റി കൂടാനായിട്ടും സഹായിക്കും. തേയ്മാനങ്ങളൊക്കെ പ്രധാനമായിട്ടും വരുന്നത് ജോയിൻസിലാണ്. അതുപോലെ തന്നെ എല്ലാ വാദങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നതും ചെറിയ ജോയിൻസിലാണ്. ചിലർക്കൊക്കെ ഈ കൈയുടെ മടക്കിലൊക്കെ നീര് വന്നിട്ടൊക്കെ നമ്മൾ വാദത്തിനൊക്കെ ചികിത്സിക്കുമ്പോൾ കാണാനായിട്ട് വരും. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ചെറിയതായിട്ടുള്ള ജോയിൻസിലാണ്. മിക്കവാറും മോസ്റ്റ് ഓഫ് ദ എല്ലാ വാദങ്ങളും, ഒരുവിധ എല്ലാ വാദങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ ജോയിൻസിലാണ്.
അപ്പം അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കുറേ കാലത്തേക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താനായിട്ടും അതുപോലെ തന്നെ തേയ്മാനം പരിഹരിക്കാനായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ടൊക്കെ സൂക്ഷ്മ വ്യായാമം സ്ഥിരമായി ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ ഒന്നിനും സമയമില്ല, എനിക്ക് യോഗയ്ക്കൊന്നും ഇരിക്കാനേ സമയമില്ല എന്ന് പറയുന്ന ക്ലയൻസ് നമ്മളെടുത്ത് വരും. അപ്പം ഞാൻ സ്ഥിരമായി പറയുന്നതാണ് പ്രാണായാമം, സൂക്ഷ്മ വ്യായാമം, മെഡിറ്റേഷൻ. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. ബാക്കിയുള്ള ശീർഷാസനം പോലത്തെ വലിയ വലിയ ആസനങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഈ സൂക്ഷ്മ വ്യായാമങ്ങളും പ്രാണായാമവും മെഡിറ്റേഷനും സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി ഹെൽത്തി ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് നെക്കിന്റെ റൊട്ടേഷൻ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ഇവിടെ മുതലുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനായിട്ടാണ് പോകുന്നത്. പക്ഷെ അതിന് മുന്നേ ഞാൻ ലിമിറ്റേഷൻസ് പറയാം. സർജറി ചെയ്ത് കഴിഞ്ഞവർ ചെയ്യരുത്. അതുപോലെ തന്നെ തലകറക്കം, ഈ ബാലൻസിന്റെ പ്രശ്നങ്ങൾ ഉള്ളവർ നെക്കിൻ്റെത് ചെയ്യരുത്. ഫ്രാക്ചർ എന്തെങ്കിലും ഉള്ളവർ ചെയ്യരുത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊരു തേയ്മാനം എന്തെങ്കിലും ഇപ്പം അടുത്തെങ്ങാനും ഒരു മാസത്തിനിടയ്ക്കെങ്ങാനും കണ്ടുപിടിച്ചിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ചെയ്യരുത്. അപ്പൊ നമുക്ക് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ചെയ്യാം. ഞാൻ മാറ്റ് പുറത്തേക്ക് ഇട്ടിട്ട് ഇരിക്കാം. ഒരു മിനിറ്റ്.